ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനകളുടെ നിലപാട് എന്താണ്? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് ദേവസ്വം ബോർഡ് സാങ്കേതികമായി ദേവസ്വം ബോർഡാണ് ഇതിന് സംഘടകർ. സർക്കാർ കൂടി താല്പര്യമെടുത്താകുമെന്ന് നമുക്ക് സ്വാഭാവികമായും അനുമാനിക്കാം. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു, അവിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും. ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ കൂടുതൽ പുരോഗതി അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം എന്ന അർത്ഥത്തിലാവാം. ആ നിലയ്ക്ക് അതിനെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ? അല്ല, ഇപ്പോൾ ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത് എന്ന് പറയുകയാണ്. തുടക്കത്തിൽ വാസവനാണ് ഇത് അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ സർക്കാർ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ശക്തമായ എതിർപ്പുകൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു അയ്യപ്പ സംഗമമാണ് എന്ന പേരിൽ ഇതൊരു വ്യവസായ സംഗമമാണ്. മാസ്റ്റർ പ്ലാനിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അയ്യപ്പന്മാരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അവരിൽ നിന്ന് സ്പോൺസർഷിപ്പ് കണ്ടെത്താനാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ 2008 മുതലുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അയ്യപ്പന്മാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടാണ്. 2008 മുതൽ ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ സർക്കാർ കാലാകാലങ്ങളിൽ അതിൽ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റ് ഫണ്ട് മുഴുവൻ ലാപ്സായി പോറാവുക. കഴിഞ്ഞ 2016 മുതൽ 2023 വരെ 220 കോടി രൂപ അനുവദിച്ചു എന്നാണ് പിണറായി വിജയൻ തന്നെ പറഞ്ഞത്. പക്ഷേ 140 കോടി രൂപയും ലാപ്സായി പോയി. അപ്പോൾ ഇവിടെ മാസ്റ്റർ പ്ലാൻ ഇല്ലാത്തതല്ല, മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ യാതൊരു ആത്മാർത്ഥയും നാളിതുവരെ ദേവസ്വം ബോർഡോ സർക്കാരോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേരിൽ നടത്തുന്നത് ഒരു വ്യവസായ സംഘമാണ്. ബോർഡിന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം. അയ്യപ്പന്മാരോടോ ശബരിമലയോടോ തെല്ലും ആത്മാർത്ഥത ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനുണ്ട് എന്ന് കരുതാനാവില്ല, സർക്കാരിനുണ്ട് എന്ന് കരുതാനാവില്ല. ദേവസ്വം ബോർഡിനും സർക്കാരിനും അയ്യപ്പന്മാരോട് അല്ലെങ്കിൽ ശബരിമലയോട് അത്തരത്തിലുള്ളൊരു ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മാസ്റ്റർ പ്ലാൻ അനുസൃതമായിട്ട് ഈ കഴിഞ്ഞ 15 വർഷം കൊണ്ട് എന്ത് നടപ്പാക്കി എന്ന് ബോർഡ് വ്യക്തമാക്കണം. രണ്ടാമത്തെ കാര്യം, ബോർഡിൻ്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് അവിടെ ഇപ്പോൾ ഒരു കൃത്യമായ വിവേചനം ശബരിമലയിൽ കൊണ്ടുവരികയാണ്. ഭക്തന്മാർക്കുള്ളിൽ ഒരു വലിയ വിവേചനം. എന്താണ്? ഭക്തന്മാർക്ക് കൊടുക്കുന്ന പണത്തിനനുസരിച്ച് പ്രത്യേകം പ്രിവിലേജ് കിട്ടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നാളിതുവരെ ശബരിമലയിൽ ഇല്ലാത്തൊരു സംവിധാനം. ശബരിമല സമത്വത്തിൻ്റെ കേന്ദ്രമാണെന്നാണ് പറയുന്നത്. ജാതി മത വർഗ ഭേദങ്ങളില്ലാതെ, പണക്കാരനോ പാവപ്പെട്ടവനോ എന്നില്ലാതെ, ഉന്നതനോ താഴ്ന്നവനോ എന്നില്ലാത്ത ഒരു സമത്വത്തിൻ്റെ പ്രദേശമാണ്. അവിടെ ഇപ്പോൾ എന്താ വരുന്നത്? ഡയമണ്ട് കാർഡ് കൊടുക്കുന്നു. 3 കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നവർക്ക് ചില പ്രത്യേക സൗകര്യങ്ങൾ. പണത്തിൻ്റെ തോതനുസരിച്ച് ഡയമണ്ട് കാർഡ്, ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ് ഇങ്ങനെയുള്ള കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അയ്യപ്പന്മാരെ വിഭജിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമം എന്നുള്ളത് ഒരു കച്ചവടം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന സംവിധാനമാണ് എന്നുള്ളത് ഞങ്ങൾ ഉന്നയിച്ചതാണ്. അത് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഭക്തരെ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചേർത്ത് പിടിക്കുന്നു. അതിലെന്തിലാണ്? നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കില്ലേ? അതാ ഹൈന്ദവ വിഭാഗത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ, മലയാളികളുടെ കാര്യം നമുക്ക് പ്രത്യേകമായി കേരളത്തിലെടുത്താൽ, പുറത്തുള്ളവരുണ്ട്. എന്നാൽ അവർക്കൊക്കെ വേണ്ടി ഒരു സംഗമം നടത്തുമ്പോൾ അതിനെ എന്തിനാണ് എതിർക്കുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന ആളുകളെ അവർക്കും കൂടി അല്ലെങ്കിൽ എല്ലാവർക്കും സർക്കാരിനൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ലേ? അതിനെ എന്തിനാണ് വിമർശിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ഞാൻ അവരുടെ വേർഷൻ ചോദിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യം ആർക്കാണ് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായി. സെക്രട്ടറി ഗോവിന്ദൻ്റെ അഭിപ്രായം എന്തായിരുന്നു? CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ എന്താ പറഞ്ഞു? വർഗീയ സംഘടനകളെ ഞങ്ങൾ വിളിക്കില്ല എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ ആരെ വിളിക്കണം വിളിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദനാണോ? അപ്പോൾ ഇത് രാഷ്ട്രീയ പരിപാടിയാണ് എന്നുള്ളത് ആര് നിശ്ചയിച്ചതാണ്? ആർക്കാണ് ഈ രാഷ്ട്രീയ താല്പര്യം ഇതിൻ്റെ പിന്നിലുള്ളത്? വളരെ വ്യക്തമാണല്ലോ. ഇപ്പോൾ സ്റ്റാലിനെ ക്ഷണിച്ചത് എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അയ്യപ്പ വിശ്വാസമാണ് അതിന് മുൻതൂക്കം നൽകുന്നത് എന്നുണ്ടെങ്കിൽ MK സ്റ്റാലിൻ എങ്ങനെയാണ് ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെടുക? തമിഴ്നാട്ടിൽ നിന്നുള്ള ധാരാളം ഭക്തർ ശബരിമല വരുന്നില്ലേ? അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി വരുന്നതിൽ എന്താണ് കുഴപ്പം? അല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഭക്തന്മാർ വരുന്നുണ്ട്. ഭക്തന്മാരുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആണോ സ്റ്റാലിൻ വരേണ്ടത്? സ്റ്റാലിൻ ഹൈന്ദവ ധർമ്മത്തെയും വിശ്വാസത്തെയും ഒക്കെ ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം പിണറായി വിജയനെ നിശ്ചയിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയൻ എന്താണ് സത്യത്തിൽ ധാർമ്മികമായ അവകാശമുള്ളത്? നിയമപരമായിട്ട് മുഖ്യമന്ത്രിയാണ്, ദേവസ്വം ബോർഡ് നടത്തുന്ന പരിപാടിയാണ്, ഉദ്ഘാടനം ചെയ്യാം. ധാർമ്മികമായിട്ട് പിണറായി വിജയൻ എന്താ അവകാശമുള്ളത്? യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ അയ്യപ്പ വിശ്വാസത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നുണ്ടോ, അതിനോട് നീതി പുലർത്തുന്നുണ്ടോ? വേണ്ട. മറ്റ് വിശ്വാസങ്ങളോട് കാണിക്കുന്ന ഒരു സഹിഷ്ണുതാ മനോഭാവം
ഹൈന്ദവ വിശ്വാസങ്ങളോട് നാളെ വരെ CPM പുലർത്തിയിട്ടുണ്ടോ? ജനങ്ങളുടെ മാൻഡേറ്റുള്ള മുഖ്യമന്ത്രിയല്ലേ? ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്, പക്ഷേ വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെടുന്ന മാൻഡേറ്റുള്ള മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? വിശ്വാസികളുടെ കാര്യത്തിൽ അടക്കം സമരത്തിന് ശേഷവും തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ശബരിമല വിഷയത്തിൽ അടക്കം. നോക്കൂ, തെരഞ്ഞെടുക്കപ്പെട്ടുന്നു പല കാരണങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ഘടകങ്ങളായിട്ടുള്ളത്. ആ തൊട്ട് പുറകെ നടന്ന തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം CPM രണ്ടാമത് അധികാരത്തിൽ വന്നു എന്നുള്ളത്. അതിന് തൊട്ട് താഴെ പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു CPM-ന്. നോക്കൂ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, സർക്കാർ പറഞ്ഞിട്ടില്ല, പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൻ്റെ കാര്യത്തിൽ അതിൽ വിശദമായി അദ്ദേഹം ഒന്നും പറഞ്ഞില്ലെങ്കിലും ആചാര സംരക്ഷണം ഉറപ്പാക്കും, സുപ്രീം കോടതിയെ ശബരിമലയുടെ പ്രത്യേക സാഹചര്യം ഭരണഘടനാ ബെഞ്ചിന് മുമ്പിലാണ് പരിമിതികളുണ്ടെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു അത് സർക്കാർ തലങ്ങളിലുള്ള ആളുകൾ അറിയാതെ ആയിരിക്കാം അദ്ദേഹം പറഞ്ഞതെന്ന് കരുതുക വയ്യ. അല്ല, സർക്കാരിൻ്റെ നിലപാടായിട്ടും കാണണം അതിനെ. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിലവിൽ സുപ്രീം കോടതിയെ അയ്യപ്പ ക്ഷേത്രത്തിലെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കേണ്ടതാണെന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതാണ്. എന്ന് വെച്ചാൽ എന്താ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ? അവിടെ യുവതി പ്രവേശനത്തിന് റെസ്ട്രിക്ഷനുള്ള ആചാരാനുഷ്ഠാനമാണ്. അത് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പ് അവിടുത്തെ സുപ്രീം കോടതിയുടെ റിവ്യൂ ബെഞ്ചിൽ കൊടുത്ത അഫിഡാവിറ്റ് ഉണ്ട് ദേവസ്വം ബോർഡിൻ്റെ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ നിലപാട് തിരുത്തും എന്നാണ് അതിനർത്ഥം. ആ നിലപാട് തിരുത്തും എന്നുള്ള സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇപ്പോൾ എത്തേണ്ട സാഹചര്യം എന്താ ഉണ്ടായത്? ആ സാഹചര്യം കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധവും പ്രതിരോധമാണ്. അത് ഇവിടുത്തെ കേരളത്തിലെ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ സ്വാഗതം ചെയ്യേണ്ടേ? ഇവിടെ യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ലക്ഷ്യം എന്താ? സ്വാഗതാർഹമായി ചെയ്യേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. എങ്ങനെയാണെങ്കിൽ അത് തീർത്തും വിശ്വാസികളുമായി ബന്ധപ്പെട്ട നടത്തുന്നൊരു പരിപാടിയാണെങ്കിൽ, മറിച്ച് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് മാത്രം നടത്തുന്ന പരിപാടി അയ്യപ്പ ഭക്തസംഘമല്ല, അയ്യപ്പ സംഘമാണ് നടത്തുന്നത്. അയ്യപ്പ ഭക്തന്മാരെയാണോ വിളിക്കുന്നതെന്ന് അയ്യപ്പന്മാരുടെ പേരിൽ മറ്റു പല സാഹചര്യങ്ങളും അവിടെ ഒരുക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ ഗൂഢനീക്കമാണ്. എന്താണ് ഇപ്പോൾ CPM ഇത്തരത്തിലുള്ളൊരു തോന്നലുണ്ടാവാൻ കാരണം? അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമം വിളിക്കാനുള്ള കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കരുത്, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുള്ളത് അവർക്കാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം CPM-നെ ഇപ്പോൾ മാറി ചിന്തിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് അടക്കം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വ്യക്തമാക്കി കാണിക്കുന്നത് എന്താണ്? കേരളത്തിൽ ഹിന്ദുക്കൾ CPM-നെ കൈവിട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയാറുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ് എന്ന്. ഞാനതിനെ ചലഞ്ച് ചെയ്യുകയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലോ, 20% വോട്ട്. അതായത് 1,98,00,000 വോട്ടാണ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ പോൾ ചെയ്യപ്പെട്ടത്. 1,98,00,000 വോട്ട് എന്ന് പറഞ്ഞാൽ 50% ഹിന്ദു വോട്ടാണ് ആണല്ലോ. 50% ഹിന്ദു വോട്ടും 1,00,000 വോട്ട് ഹിന്ദു വോട്ടാണ്. 1,00,000 വോട്ടിൻ്റെ, അതായത് 1,98,00,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 1 കോടി വോട്ടിൻ്റെ 40%. 1 കോടി ഹിന്ദുക്കളിലെ 40% ഹിന്ദു വോട്ടുകൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇവിടെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം CPM ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന ആ ഒരു നരേറ്റീവ് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. CPM ആണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന നരേറ്റീവ് തെറ്റാണ്. ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ശക്തമായ വേരുണ്ട്. ഹിന്ദുക്കളുടെ 40% ഹിന്ദുക്കളുടെ പിന്തുണയുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ CPM-ന് കാണാതിരിക്കാനാവില്ല. CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതുകൊണ്ടാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടന നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ ഇപ്പോൾ ഈ കൊടുത്ത അഫിഡാവിറ്റ് അടക്കം തിരുത്തണം എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തള്ളാനാവില്ല. ഇപ്പോൾ നിങ്ങളതിനെ ഭയക്കുകയാണോ? സ്വാഭാവികമായ ചോദ്യമാണ്, അത് ആരുടെയും ചോദ്യമല്ല, എൻ്റെ ചോദ്യമാണ്. അതായത് സംഘപരിവാര ചേരിയിലേക്ക് വരാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇനി അത്തരം ആളുകൾ അങ്ങോട്ട് വരാതിരിക്കാനും കൂടിയുള്ള ഒരു ശ്രമമായി നിങ്ങളതിനെ ഭയക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച തെറ്റാവും? ഇതിൻ്റെ ഭയത്തിൻ്റെ ഒന്നുമല്ല, കാപട്യത്തെ തുറന്നു കാണിക്കലാണ്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, സമൂഹത്തെ വഴിതിരിച്ചു വിടുന്ന ചില രാഷ്ട്രീയ താല്പര്യങ്ങളെ, കപട രാഷ്ട്രീയ താല്പര്യങ്ങളെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുകയാണ്. ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങളോട് പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായൊരു സമീപനമല്ല. ഇപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടുള്ള പരിപാടികൾ നടക്കുകയാണെങ്കിൽ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ഈ പദ്ധതി നടപ്പാക്കാൻ ആരാണ് തടസ്സം ഉണ്ടായിരുന്നത്? 100 കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്നദർശൻ പദ്ധതിയിൽ അനുവദിച്ചിരുന്നു. 80 കോടി രൂപയും ലാപ്സാക്കി. ആര് ലാപ്സാക്കി? ആരാണ് അതിന് ഉത്തരവാദികൾ? ദേവസ്വം ബോർഡിന് ഉത്തരം പറയണ്ടേ? സർക്കാരിന് ഉത്തരം പറയണ്ടേ? ഇത് RTI റെവല്യൂഷനാണ് ഞാനീ പറയുന്നത്. 220 കോടി രൂപ ഈ സംസ്ഥാന സർക്കാർ അലോക്കേറ്റ് ചെയ്തത് 140 കോടി രൂപ ലാപ്സാക്കി. അപ്പോൾ ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിലുള്ളത്? അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുമ്പോൾ തന്നെ
ഇതാ ഏറ്റവും വലിയ കേരളത്തിൽ കൂടുതൽ സമരം നടന്നത് ഈ യുവതീ പ്രവേശന വിഷയത്തിലാണ്, ആചാര വിഷയത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൽ പോലും ഒരു മാറ്റം ഉണ്ടാകുന്നോ എന്ന തോന്നലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭക്തരെ ചേർത്ത് പിടിക്കാനാണെന്ന് കാണുകയും ഭക്തരുടെ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യേണ്ടതല്ലേ? അല്ല, അവരുടെ നിലപാട് കപടമാണെന്ന്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? ഭക്തരോടും ഹൈന്ദവ വിശ്വാസത്തോടും ഉള്ള താല്പര്യമല്ല, മറിച്ച് ഹിന്ദുക്കളെ പറഞ്ഞ് പറ്റിക്കാനാണ്. ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസത്തിലെ ഗണേശോത്സവത്തിന് ചെഗ്വേരയുടെ ചിത്രം ഉപയോഗിച്ചത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാത്രമല്ലേ ഇങ്ങനെ അവഹേളിക്കാൻ സാധിക്കൂ? ഗണേശോത്സവവും ചെഗ്വേരയും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ദാറ്റ് മീൻസ് അവർ അടിസ്ഥാനപരമായി ഹൈന്ദവ വിരുദ്ധ പക്ഷത്താണ് നിലയുറപ്പിച്ചത്. ഹിന്ദു സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിലൂടെ ഒരു മൂടുപടം സൃഷ്ടിച്ച് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് CPM ഹിന്ദുക്കളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. അതിനപ്പുറം നത്തിങ് മോർ നത്തിങ് ലെസ്. അതുപോലെ തന്നെ ഇപ്പോൾ നിലപാട് തിരുത്തുകയാണെങ്കിൽ അത് മുൻപ് സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നു, അപ്പോൾ അതിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണോ? അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ? തീർച്ചയായും ഈ വിഷയത്തിൽ സർക്കാരിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡ് ഞങ്ങൾ സ്വീകരിച്ച നിലപാട് തെറ്റി, ഞങ്ങളതിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് ഭക്തജനങ്ങളോട് പരസ്യമായി പറയണം. കൊടുത്ത അഫിഡാവിറ്റ് പിൻവലിക്കണം. സർക്കാരിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥയുണ്ടെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ പരസ്യമായി മാപ്പ് പറയുന്നു വിശ്വാസികളോട് എന്ന് സർക്കാർ പറയണം. ഒപ്പം ആയിരക്കണക്കിന് നിരപരാധികൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. സജോ, ഞാൻ ചോദിക്കുന്നത്, ഈ ശബരിമല അയ്യപ്പ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ കേസ് മാത്രം പിൻവലിക്കാത്തതിൻ്റെ കാരണം എന്താ? ഇവിടെ വിഴിഞ്ഞം സമരത്തിൻ്റെ കേസുകൾ പിൻവലിക്കുന്നു, CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ കേസുകൾ പിൻവലിക്കുന്നു, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ട് നടത്തിയ അക്രമസമരമുണ്ട് താമരശ്ശേരിയിൽ, ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചതടക്കമുള്ള കേസുകൾ പിൻവലിക്കുന്നു. എന്തേ അയ്യപ്പ വിശ്വാസികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ കേസുകൾ പിൻവലിക്കാൻ ഈ സർക്കാർ മടിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇവരുടെ ഹിന്ദുക്കളുടെ പക്ഷത്താണോ വിശ്വാസികളുടെ പക്ഷത്താണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവർ ആരുടെ പക്ഷത്താണ് യഥാർത്ഥത്തിൽ? ഇവർക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതല്ലേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അപ്പോൾ ഇവരുടെ കാപട്യമാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ഇവർ നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണിത് എന്ന് ആവർത്തിക്കുക. ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ശബരിമല പ്രക്ഷോഭകാലം മുഴുവൻ തുടക്കം മുതൽ സുപ്രീം കോടതി വിധി മുതൽ റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അതായത് സംഘപരിവാർ സംഘടനകൾ ഒരു നിലപാടെടുത്ത് പ്രക്ഷോഭത്തിലേക്ക് കടക്കും മുൻപ് ആദ്യം നിലപാട് സ്വീകരിച്ച് NSS എന്ന് പറയുന്ന സമുദായ സംഘടനയാണ്. അവരാണ് ആദ്യമായി തെരുവിലിറങ്ങുന്നത്. അത് നേരിട്ട് ബോധ്യപ്പെട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം. പക്ഷെ അവരും സർക്കാരിൻ്റെ ഈ പുതിയ സ്റ്റെപ്പിനെ ഒരർത്ഥത്തിൽ ഞങ്ങൾ പ്രതിനിധിയെ അയക്കും, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അതിനെ എതിർത്ത് മാറി നിൽക്കുമെന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അല്ല, ഇപ്പോൾ അന്ന് സ്വീകരിച്ച അനുകൂലമായി നിലപാടെടുത്ത ചില സംഘടനകൾ ഈ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ട്. അന്ന് സർക്കാരിനെതിരായി നിലപാടെടുത്ത NSS, അന്ന് സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്ത SNDP ഉണ്ട്. അന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് നവോത്ഥാന മുന്നണിയുടെ ചെയർമാനായിരുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആചാരം പാലിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വനിതാ മതിലിൻ്റെ ഉൾപ്പെടെ സഹകരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ പറയുന്നത് സംഘടനകൾ അതാത് സമയത്ത് അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവർ വ്യത്യസ്തങ്ങളായി നിലപാടെടുക്കുന്നു. അവരൊക്കെ സ്വതന്ത്രമായ സംഘടനകളാണ്, അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നിലപാടെടുക്കുന്നു. ഹൈന്ദവ സംഘടനകൾ മുഴുവൻ ഹിന്ദു സമൂഹത്തെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് സംഘടന നിലപാടെടുക്കുന്നത്. ഇപ്പോൾ മലയാര സഭയുണ്ട്. മലയാര സഭയുടെ എതിർപ്പുണ്ടല്ലോ ഈ വിഷയത്തിൽ. അവർ സ്വാഗത സംഘത്തിൽ പോയ ആൾക്കാരാണ്. ഈ അവരുടെ പാരമ്പര്യമായ അവകാശങ്ങൾ, ആ അവകാശങ്ങളെ സംബന്ധിച്ച് സർക്കാർ ദേവസ്വം ബോർഡ് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള പ്രശ്നം അവർ ഉന്നയിക്കുന്നുണ്ട്. തുറന്ന സമീപനം സ്വീകരിക്കാൻ സംഘപരിവാർ സംഘടനകൾക്കും കഴിയുമോ യഥാർത്ഥത്തിൽ? ഞങ്ങൾ എത്രയോ കാലം മുമ്പേ പ്രഖ്യാപിച്ചതാണ്. സർക്കാരിന് കൊടുത്ത അവകാശ പത്രികയിൽ ഞങ്ങളത് എഴുതി കൊടുത്തതാണ്. കേരളത്തിലെ മുഴുവൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും UDF ഭരിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും 140 MLA-മാർക്കും ഞങ്ങളുടെ അവകാശ പത്രിക കൊടുത്തിട്ടുണ്ട്. ആ അവകാശ പത്രികയിൽ കൃത്യമായി ഞങ്ങൾ എഴുതി കൊടുത്ത കാര്യമാണ് മലയരന്മാർക്ക് ശബരിമലയിലുള്ള അവകാശം സംരക്ഷിക്കണം എന്ന്. ഇത് ആദ്യം പറഞ്ഞത് ഞങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ തുറന്നു ചോദിക്കാം. യുവതീ പ്രവേശന വിഷയത്തിൽ RSSന്റെ നിലപാട് യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് മുൻപ് അതിൻ്റെ പ്രതിനിധികളായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ യുവതീ പ്രവേശനത്തെ നിങ്ങൾ എതിർത്തിരുന്നില്ല, അല്ലെങ്കിൽ ജന്മഭൂമി ചരിത്രവിധി എന്താണ് യഥാർത്ഥത്തിൽ, അത് ഞാൻ നേരത്തെ അത് പരാമർശിക്കാതെ പോയതാണ്. RSSന്റെ യഥാർത്ഥ നിലപാട് അതായിരുന്നില്ല. അത് മറ്റു പല വിഷയത്തിലും ഉണ്ട്, ഞാനിത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം പൂജാരിമാരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഉള്ള നിലപാടുണ്ട്. വെൽ സജോ, RSSന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് അന്ന് പറഞ്ഞിരുന്നു. RSSന്റെ കാര്യവാഹായിരുന്ന P. ഗോപാലൻകുട്ടി മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പരസ്യമായിട്ട് വന്നു. ബാക്കി എന്ത് ലേഖനം എന്നുള്ളതല്ല. RSSനെ സംബന്ധിച്ചിടത്തോളം RSSന്റെ കാര്യവാഹോ സംഘചാലകോ പറയുന്നതാണ് അതിൻ്റെ ഔദ്യോഗികമായ നിലപാട്. എന്തായിരുന്നു അന്ന് നിലപാട്?
ഈ വിഷയം വളരെ വൈകാരികമായൊരു വിഷയമാണ്. ഈ വിഷയം നടപ്പാക്കുമ്പോൾ അത് ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകളുമായിട്ടും ആചാര്യന്മാരുമായിട്ടും തന്ത്രിമാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അവധാനതയോടെ നടപ്പാക്കണം എന്നാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ സർക്കാർ എടുത്ത ചില അൺനെസസറി ആയിട്ടുള്ള ആവേശമുണ്ടായി. പിണറായി വിജയൻ്റെ പ്രസ്താവന എന്ത് വില കൊടുത്തും കയറ്റുമെന്നായിരുന്നു ഇല്ലേ? അപ്പോൾ അനാവശ്യമായ പ്രൊവക്കേഷൻ. എന്താ ഈ സർക്കാർ സഭയുടെ കാര്യത്തിലാണ് നിലപാടെടുക്കാതിരുന്നത്? ക്രൈസ്തവ സഭകൾ, 2 സഭകൾ തമ്മിലുള്ള തർക്കം ആ സമയത്ത് നിലനിൽക്കുകയും സുപ്രീം കോടതി കൃത്യമായി പറയുകയും ചെയ്തു. യാക്കോബായ സഭയുടെയും മലങ്കര സഭയുടെയും വിധിയിൽ സിവിൽ കേസ് ആചാരമല്ല. ആചാരം വേണ്ട, സുപ്രീം കോടതിയുടെ വിധിയായിരുന്നല്ലോ ആ പള്ളികൾ മുഴുവൻ മലങ്കര സഭയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന്. ോളം പള്ളികളുണ്ട്, പല പള്ളികളിലും വിധി നടപ്പായിട്ടുണ്ട്, നടപ്പാകാതെ. ചോദിക്കുന്നത് സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു? സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് അതിനുവേണ്ടി സമയം വേണമെന്ന് പറഞ്ഞോ. ഈ 2 കൂട്ടരുമായിട്ട് ചർച്ച നടത്തണമെന്ന് പറഞ്ഞു. എറണാകുളത്ത് തന്നെ പല പള്ളികളിലും വിധി നടപ്പായി. ഹൈക്കോടതി എത്ര പ്രാവശ്യം ഇടപെട്ടു ആ വിഷയത്തിൽ. സർക്കാരിനെ ശാസിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചു. ആ അവധാനത എന്തേ ഈ വിഷയത്തിൽ കാണിക്കാതിരുന്നേ? ഇവിടെ എന്തേ ഹൈന്ദവ സംഘടനകളെയും ആചാര്യന്മാരും കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസം നിലനിൽക്കുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് വളരെ ഒരു പ്രശ്നമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നടപ്പാക്കാം? അപ്പോൾ സർക്കാർ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പാക്കും എന്ന ധാർഷ്ട്യമായിരുന്നില്ലേ ഗവൺമെൻറ്റിനുണ്ടായിരുന്നത്? അങ്ങനെ ഒരു ധാർഷ്ട്യമായിരുന്നില്ലേ? ഹൈന്ദവ സമൂഹത്തെ പിളർക്കാൻ വേണ്ടി ഒരു നവോത്ഥാന മുന്നണി ഉണ്ടാക്കിയില്ലേ? നവോത്ഥാന മുന്നണി. ഞാൻ ചോദിക്കുന്നത്, ക്രിസ്ത്യൻ വിശ്വാസങ്ങളിൽ, ഇസ്ലാമിക വിശ്വാസങ്ങളിൽ സർക്കാർ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുമോ? എന്താണ് ശരീഅത്തിനെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട്? ചരിത്രം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം എടുക്കേണ്ട ഒരു EMS മുതൽ പിണറായി വിജയൻ അടക്കം പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്. അതിലേക്ക് നമ്മൾ ഞാൻ EMSൻ്റെയും ഇതിനൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് റീസെൻ്റ് ആയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതി കൊടുത്തുള്ള ശരീഅത്തിനെക്കുറിച്ചുള്ള അവിടെ എന്താ? ശരീഅത്താണ് ശരിയെന്നാണ്. CPM-ൻ്റെ നിലപാട് എന്തായിരുന്നു? CPM-ൻ്റെ നിലപാട് വിശ്വാസത്തോടൊപ്പമല്ലേ? മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വിശ്വാസത്തോടൊപ്പം നിൽക്കുകയല്ലേ? എന്താ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ആ വിശ്വാസത്തോടൊപ്പം നിൽക്കാതിരുന്നത്? എന്താണ് വിശ്വാസത്തോടൊപ്പം നിൽക്കാതിരുന്നത്? ആ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇരട്ടത്താപ്പുകളെ തുറന്നു കാണിക്കുക. ഇരട്ടത്താപ്പുകളെ തുറന്നു കാണിക്കുമ്പോൾ ഞങ്ങളെ വർഗീയ സംഘടന എന്ന് മുദ്രകുത്തിയാൽ പോമോനെ ദിനാശാന്ന് ഞങ്ങൾ പറയും. വളരെ നന്ദി. അതാണ് ഇക്കാര്യത്തിൽ ഇടത് സർക്കാരിന്, ദേവസ്വം ബോർഡിനൊക്കെ ഇരട്ടത്താപ്പുണ്ട്, കാപഢ്യം നിറഞ്ഞ നിലപാടാണ്. അതുകൊണ്ട് അതിനെ ശക്തമായി എതിർക്കുന്നു എന്നാണ് RV ബാബു വ്യക്തമാക്കുന്നത്.